ഒരു മഖാമിൽ വെച്ച് ഞാൻ പരിചയപ്പെടും. ഹബീബുൽ അജമി എന്ന് പറഞ്ഞിട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹബീബുൽ അജമിയെ ഞാൻ ഉച്ചരിച്ചു. അൽഹംദുലില്ലാഹ്, കറങ്ങി തിരിഞ്ഞ് നമ്മൾ ആ മഹാനുഭാവൻ്റെ ഹദറത്തിലെത്തിയിരിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. എവിടെയാണ് പറഞ്ഞത്? മഹാനായ ഹസൻ ബസ്വരി റളിയല്ലാഹു അൻഹു മഖാമിൽ. രണ്ട് സംഭവങ്ങൾ ഞാൻ അവിടെ ഓർമ്മപ്പെടുത്തി, പറയുമ്പോൾ നിങ്ങൾക്ക് തിരിയും. പോലീസ് പട്ടാളം വന്നിട്ട് ബഹുമാനപ്പെട്ട ഹസൻ ബസ്വരി എവിടെയെന്ന് ആരോട് ചോദിച്ചു? അവിടുത്തെ ഖാദിമായിരുന്ന ബഹുമാനപ്പെട്ട ഹബീബ് നജമിയോട് ചോദിച്ചു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അകത്തുണ്ട്. അവർ ചെന്ന് നോക്കുമ്പോൾ കാണുന്നില്ല. തിരിച്ചവർ വന്ന് ചോദിച്ചു, സൂഫിയാക്കൾ കള്ളം പറയുമോ? സൂഫിയാക്കൾ കള്ളം ഇല്ല, അകത്തുണ്ട്. വീണ്ടും അവർ പോയി, കാണാൻ കഴിഞ്ഞില്ല. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഇറങ്ങി വന്നിട്ട് ഹബീബുൽ അജമിയോട് ചോദിച്ചു, നീ എന്താ എന്നെ പിടിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചതാണോ? അല്ല, പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണോ? അപ്പോൾ എന്താ ഓതിക്കൊണ്ടിരുന്നത് ഓർമ്മയുണ്ടോ? എൻ്റെ സൂറത്ത് യാസീൻ, ഖുൽ ഹുവല്ലാഹു അഹദ്, ആയത്തുൽ കുർസി, അതൊക്കെ ഓതി. ആ സമയത്ത് പട്ടാളക്കാർ 7 പ്രാവശ്യം എൻ്റെ ശരീരത്തിൽ തൊട്ടു, പക്ഷേ എന്നെ കാണാൻ കഴിഞ്ഞില്ല. ആ ഉദ്ധരിച്ച മഹാനാണ് ഈ കിടക്കുന്നത് ഹബീബുൽ അജമി റളിയല്ലാഹു. ഒരുപാട് കറാമത്തുകൾ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട്. അവിടെയൊക്കെ കണ്ടോ? ഒരു ഉമ്മക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ, കാണാതെ പോയി. ഒരുപാട് തിരക്കി. ബഹുമാനപ്പെട്ടവരുടെ ഹദറത്തിൽ വന്നിട്ട് ആ മകനൊക്കെ കുറിച്ച് പറഞ്ഞു. അപ്പം മൂപ്പർക്ക് മനസ്സിലായി ഇങ്ങടുത്തുണ്ട്. ഞൊടിയിടയിൽ മകനെ എത്തിച്ചു കൊടുത്തു. അങ്ങനത്തെ ഒരുപാട് കറാമത്തുകൾ കാണിക്കുന്ന ആളുകളാണ്. ഒറ്റ സംഭവം നമ്മുടെ അനുഭവങ്ങളിൽ, നമ്മുടെ നാട്ടിൽ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പലരും പറഞ്ഞെങ്കിലും അനുഭവിച്ചറിഞ്ഞവർ വളരെയേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് CM വലിയുള്ളാഹി മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 1987 സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 60ാം വാർഷിക സമ്മേളനം നടക്കുന്നത് കോഴിക്കോട് കടപ്പുറത്താണ്. ഞാനന്ന് ദർസിൽ പഠിക്കുന്ന കാലമാണ്. ഞങ്ങൾ വിദ്യാർത്ഥികളൊന്ന് കാണാൻ പോയി, സമ്മേളനത്തിൽ ഒന്ന് പങ്കെടുക്കാൻ പോയി. കോഴിക്കോട് ചെല്ലുമ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, എടാ ഇവിടെ മൂപ്പൻ്റെ വീടെന്ന് പറഞ്ഞൊരു വീടുണ്ട്, ആ വീട്ടിൽ ഒരു മടവൂർ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ട് ഒരു മഹാനുണ്ട്, നമുക്കൊന്ന് പോയി കണ്ടാലോ? അപ്പോൾ എൻ്റെ തെക്കൻ ശൈലിയിൽ ഞാൻ പറഞ്ഞു, എങ്കിൽ ഒന്ന് കണ്ടു കളയാം, എങ്കിൽ ഒന്ന് കണ്ടു കളയാം. ഞങ്ങളങ്ങനെ മൂപ്പൻ്റെ വീട് അന്വേഷിച്ച് പോയി. അപ്പോൾ തട്ടിൻ്റെ മുകളിലാണ് താമസിക്കുന്നത്. കോണി കയറി ക്യൂ നിന്നു, വല്ലാത്ത ക്യൂ കയറി നിന്ന് കയറി മുകളിൽ കയറി അസ്സലാമു അലൈക്കും. എന്നാൽ ഒന്ന് കണ്ടു കളയാം അല്ലേ? അല്ലാഹ്, അതേ പ്രയോഗം, അതേ ശൈലി. എന്നാൽ ഒന്ന് കണ്ടു കളയാം അല്ലേ? ഞാൻ പറഞ്ഞു, അത് ഞങ്ങൾ ഒന്നും വിചാരിച്ചാൽ ഒന്നും വരുന്നത് വിഷമം, ഞങ്ങൾ പൊരുത്തക്കേടൊന്നും വിചാരിച്ചാൽ ഞങ്ങളുടെ നാടൻ ശൈലിയിൽ പറഞ്ഞു പോയതാണ്. അപ്പം ഇവരൊക്കെ എൻ്റെ മകളെ കാണുന്നില്ല, എൻ്റെ മോനെ കാണുന്നില്ല, എൻ്റെ മോളെ കാണുന്നില്ല, പിടിച്ചു തരണം. അറിയും, അവന് അറിയും. മഹാനായ വടകര മുഹമ്മദാജി, നമ്മളൊക്കെ കണ്ടവരില്ലേ, കണ്ടവർ ഒരുപാടുണ്ടാവില്ല. മുഹമ്മദാജിയുടെ അടുത്ത് ഒരു മൂലീനെ നഷ്ടപ്പെട്ട ഒരു വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു. അവരോട് പറഞ്ഞു, നീ ചെന്നാമിക്ക് മേടിച്ച് വയറ് നടക്ക്. വിഷയം എന്നതാ? മൂലീനെ കാണാതെ പോയതിന് മൂലീനെ കിട്ടാൻ വേണ്ടി സങ്കടം പറഞ്ഞതാ. മൂപ്പരെന്താ പറഞ്ഞു? ചെന്നാമക്കി എന്ന് പറഞ്ഞ സംഭവം മനസ്സിലായി. വയറിളക്കണ സാധനം ഒരു മരുന്നാണ്, അത് മേടിച്ച് വയറിളക്കിക്കും. ഇയാൾ അതും കുടിച്ചു. സംഗതി ബസ്സേ കയറി. ഒരു വഴിക്ക് ചെന്നപ്പോൾ ആകെ പിടുത്തം വിട്ടു. ബസ്സിൽ നിന്ന് ചാടി താഴെ ഇറങ്ങി. കാടും പരിസരമൊക്കെ നോക്കി ചെന്ന് നോക്കുമ്പോൾ കാര്യം സാധിക്കുന്നതിനിടയിൽ എന്ത് നിൽക്കുന്നു? പശു. മൂലി മൂപ്പരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സാധനം സാധിക്കുന്നു. അനുഭവങ്ങൾ ഒരുപാടല്ലേ, തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. CM വലിയുള്ളാഹി നവറല്ലാഹു മർത്തബഹു. ഞാനൊരു വിഷയവുമായി ഞാനും എൻ്റെ വാപ്പയും എൻ്റെ ജ്യേഷ്ഠനും കൂടി ഹയാത്ത് കാലത്ത് ഞാൻ 3 വട്ടം കണ്ടിട്ടുണ്ട്. ഇതുകൂടാതെ 3 വട്ടം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ കൂടാതെ 3 വട്ടം ഒരു വിഷയമായി ചെന്ന് പറഞ്ഞപ്പോൾ ചോര കാണും. വിഷയം ഗൗരവമാണ്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ കോട്ടയത്ത് നിന്ന് കോഴിക്കോട് മടവൂരിൽ ചെന്ന് പറയുമ്പോൾ ഒറ്റ വാക്ക്, ചോര കാണും. അല്ലാഹ്, ഇത് കേട്ടോടെ വിഷയവും മടക്കി കെട്ടി ഞങ്ങൾ പോയി. 3 കൊല്ലത്തിൻ്റെ ഇടയിൽ എൻ്റെ വാപ്പയും ഞാനും ജ്യേഷ്ഠനും മൂപ്പരുടെ അടുത്ത് വന്നു, ചോര കാണും. പലരും ശ്രമിച്ചു. അവസാനം ചോര അങ്ങോട്ട് കണ്ടു, കൈ അങ്ങോട്ട് വെട്ടേണ്ട അവസ്ഥ വന്നു. ആ ബഹളത്തിനിടയിൽ ആ പ്രശ്നം അവസാനിച്ചു. അത്ര മനസ്സിലാക്കിയാൽ ചോര കാണിച്ചു, ചോര കണ്ടു. അതോടുകൂടെ പ്രശ്നം രൂക്ഷമായി. കോട്ടയം DYSP വരെയൊക്കെ ഇടപെട്ടു. അതോടുകൂടെ പ്രശ്നങ്ങൾ മസ്ലഹത്തായി. ഇതെങ്ങനെ മുന്നിൽ കാണുന്നു? 3 കൊല്ലം മുമ്പേ കാണുന്നത് ചോര കാണും. മഹാന്മാരങ്ങനെയാണെന്ന് കൂട്ടി. അള്ളാഹു അവരൊക്കെ പണിയെടുത്തുണ്ടാക്കിയ, ഞാനിപ്പോഴും ആവർത്തിക്കുന്നത് എന്താ, ഹറാമൊന്നുമില്ല.
ഹറാമ് നോക്കൂല, ഹറാമ് കാണൂല, ഹറാമ് ചിന്തിക്കില്ല. അപ്പോൾ തന്നെ മനുഷ്യൻ രക്ഷപ്പെടും. മനസ്സിലായേ? അതായത് ഏറ്റവും വലിയ യുദ്ധം ഏതാണ്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഏറ്റവും വലിയ യുദ്ധം ആ ശരീരത്തോടുള്ള യുദ്ധം. ശരീരം വേണമെന്ന് പറയുമ്പോൾ അവൾ ഒരു സെക്കൻഡ് ചിന്തിക്കുക, അത് വേണോ വേണ്ട. അപ്പോൾ അതിന്